നമ്മൾ ക്രോണിംഗ് പെന്നി മോഡൽ എന്താണെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. ക്രോണിംഗ് പെന്നി മോഡൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിംപ്ലിഫൈഡ് മോഡൽ ഫോർ ആൻ ഇലക്ട്രോൺ ഇൻ എ വൺ ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ പീരിയോഡിക് പൊട്ടൻഷ്യൽ. ഒരു വൺ ഡയമെൻഷണൽ പീരിയോഡിക് പൊട്ടൻഷ്യലിൽ ഒരു ഇലക്ട്രോണിനുള്ള ഒരു സിംപ്ലിഫൈഡ് എക്സ്പ്ലനേഷൻ, അതാണ് ക്രോണിംഗ് പെന്നി മോഡൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സിംപ്ലിഫൈഡ് മോഡൽ ഫോർ ആൻ ഇലക്ട്രോൺ ഇൻ എ one dimensional periodic potential. It is a simplified model for an electron in a one dimensional periodic potential. നമ്മൾ ഒരു ലാറ്റിസ് കൺസിഡർ എ ലാറ്റിസ് ഓഫ് പോസിറ്റീവ് അയോൺസ്. ഇതാണ് ഒരു ലാറ്റിസ് എന്ന് പറയുന്നത്. ഇവിടെ ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്, ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഒരു മെറ്റലിൻ്റെ ലാറ്റിസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഹോൾസ് പ്രസൻ്റ് ആണ്, അതിൽ ഫ്രീ മൂവിങ് ആയിട്ടുള്ള ഇലക്ട്രോൺസും ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എ പൊട്ടൻഷ്യൽ എക്സിസ്റ്റ് ബിറ്റ്വീൻ ദീസ് അയോൺസ്. ഈ പോസിറ്റീവ് അയോൺസിൻ്റെ ഇടയിൽ ഒരു പൊട്ടൻഷ്യൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുന്നത് ഇതിൻ്റെ മീഡിയത്തിൽ, അതായത് രണ്ട് അയോൺസിൻ്റെ സെൻറ്ററിലാണ് ആ പൊട്ടൻഷ്യൽ ഹൈ ആയിട്ടുള്ളത്. അതിൻ്റെ എഡ്ജസിലോട്ട് വരുമ്പോഴത്തേനും ആ പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്തും വരും. എ പൊട്ടൻഷ്യൽ എക്സിസ്റ്റ് ബിറ്റ്വീൻ ദി അയോൺസ്. ഇറ്റ് ഈസ് ഹൈ between the ions and decreases towards the edges. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും the potential can be shown as ഈ ഒരു ഷേപ്പിലായിരിക്കും ആ പൊട്ടൻഷ്യൽ വരുന്നതെന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ഷേപ്പ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ, വേവ് ഫംഗ്ഷൻ സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഈ ലാറ്റിസിൻ്റെ കേസസിൽ. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു സോൾവ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ in this form. It is difficult to solve Schrodinger equation in this form. Hence, Croning and Penny modified it to a rectangular periodic potential. Hence, Croning and Penny modified this to a periodic rectangular potential. Which can be shown as ഇങ്ങനെ ഒരു സ്ക്വയർ പൊട്ടൻഷ്യലിൻ്റെ ഷേപ്പിൽ ഇതിനെ മോഡിഫൈ ചെയ്തു.
അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഒറിജിനിൽ നിന്ന് സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ -bയും ഫ്രണ്ടിൽ +a ആയിരിക്കും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ എടുത്തതെന്ന് വെച്ചാൽ അടുത്ത ഡിസ്റ്റൻസിന് a+b ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ a+b എന്ന് പറയുന്ന പീരീഡ് വെച്ചിട്ടാണ് ഈ പൊട്ടൻഷ്യൽ വേരി ചെയ്യുന്നത്. ഇതിൻ്റെ മാക്സിമം ലെവൽ എന്ന് പറയുന്നത് V0. ഇനി ഇവിടെ 2 ഷേപ്പാണ് ഉള്ളത്, 1, 2. ഇവിടെ 1 എന്ന് പറയുന്ന ഒരു പൊട്ടൻഷ്യൽ വെല്ല്, അതിൻ്റെ വേവ് ഫംഗ്ഷൻ ψ1ഉം ഈ പൊട്ടൻഷ്യൽ ബാരിയർ അതായത് മേളിലോട്ടുള്ള V0 വാല്യൂ ഉള്ളതിന് ψ2 എന്നും വിളിക്കും. അപ്പോൾ ക്രോണിംഗ് പെന്നി മോഡിഫൈ ചെയ്തത് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, കൺസിഡർ a periodic repetition of consider a periodic repetition of potential well. Consider a periodic repetition of a potential well, that is a periodic arrangement of a potential and that is a periodic arrangement of potential well and an inverted potential well. The inverted potential well is called a potential barrier. The inverted potential well is called a potential barrier. The potential well is taken as region 1. The potential barrier is region 2. അപ്പോൾ ഷ്രോഡിഞ്ചർ ഇത് സ്ക്വയർ പൊട്ടൻഷ്യൽ കൊണ്ടുവരാനുള്ള കാര്യം എന്ന് പറയുന്നത് തന്നെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ദ വേവ് ഫംഗ്ഷൻ അസോസിയേറ്റഡ് വിത്ത് ദിസ് ദ വേവ് ഫംഗ്ഷൻ ഈസ് ഫൗണ്ട് ബൈ സോൾവിങ് ദി ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. ദ വേവ് ഫംഗ്ഷൻ ഈസ് ഫൗണ്ട് ബൈ solving the time independent Schrödinger equation. ഇപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്രോണിംഗ് പെന്നി മോഡൽ ഇറ്റ് ഈസ് എ സിംപ്ലിഫൈഡ് മോഡൽ ഫോർ ആൻ ഇലക്ട്രോൺ ഇൻ എ വൺ ഡയമെൻഷണൽ പീരിയോഡിക് പൊട്ടൻഷ്യൽ. കൺസിഡർ എ ലാറ്റിസ് ഓഫ് പോസിറ്റീവ് അയോൺസ്. നമ്മൾ പോസിറ്റീവ് അയോൺസിൻ്റെ ഒരു ലാറ്റിസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 2 അയോൺസിൻ്റെ ഇടയിൽ പൊട്ടൻഷ്യൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് സെൻറ്ററിൽ ഹൈ ആയിരിക്കും, ഈ അയോണിൻ്റെ അടുത്തോട്ട് വരുമ്പോഴത്തേനും ഡിക്രീസ് ആവും. അപ്പോൾ പൊട്ടൻഷ്യൽ എങ്ങനെ കാണിക്കാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വേവ് ഫോമിൽ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സോൾവ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഇൻ ദിസ് ഫോം. ഹെൻസ് ക്രോണിംഗ് പെന്നി മോഡിഫൈഡ് ഇറ്റ് പിന്നെ റെക്റ്റാങ്കുലർ പൊട്ടൻഷ്യൽ, ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ ക്രോണിംഗ് പെന്നി അത് മോഡിഫൈ ചെയ്ത്. അപ്പോൾ ഒരു പോയിന്റിൽ 0 ആണെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ -bയും ശേഷം aയും ആയിരിക്കും. അപ്പോൾ നമുക്കത് ഏത് പാറ്റേണിൽ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഒരെണ്ണം പൊട്ടൻഷ്യൽ വെല്ലും ഒരെണ്ണം പൊട്ടൻഷ്യൽ ബാരിയറും ആയിരിക്കും. അതിനെ 1ഉം 2 ആയിട്ട് നമ്മൾ 2 റീജിയൻസ് ആയിട്ട് എടുക്കും. അപ്പോൾ
0A അതിന് ശേഷം വരുന്നത് A+B ആയിരിക്കും. അപ്പോൾ A+B എന്ന് പറയുന്ന പീരീഡിൽ വെച്ചാണ് അത് റിപ്പീറ്റ് ചെയ്യുന്നത്. V എന്ന് പറയുന്നതാണ് മാക്സിമം പൊട്ടൻഷ്യൽ. അപ്പോൾ കൺസിഡർ എ പീരിയോഡിക് റെപ്പറ്റേഷൻ ഓഫ് പൊട്ടൻഷ്യൽ വെൽ, ദാറ്റ് ഈസ് എ പീരിയോഡിക് അറേഞ്ച്മെൻറ്റ് ഓഫ് പൊട്ടൻഷ്യൽ വെൽ ആൻഡ് ഇൻവെർട്ടഡ് പൊട്ടൻഷ്യൽ വെൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ബാരിയർ. അവിടെ റീജിയൻ 1 റീജിയൻ 2 ഉണ്ട്. ദ വേവ് ഫംഗ്ഷൻ ഈസ് ഫൗണ്ട് ബൈ സോൾവിങ് ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. ഇനി ദ പൊട്ടൻഷ്യൽ ഈസ് ഗിവൺ ബൈ the potential for an electron moving in x-axis is given by the potential for an electron moving in x-axis is given by V is equal to 0. 0 ആകുന്നത് എപ്പോഴാണ്? ഇവിടെ 0യ്ക്കും എയ്ക്കും റീജിയൻ 1ലാണ് പൊട്ടൻഷ്യൽ 0 ആകുന്നത്. അപ്പോൾ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ. പിന്നെ V0 ആകുന്നത് എവിടെയാണ്? -B ലെസ് ദാൻ എക്സ്. ഇനി ദ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഈസ് the time independent Schrodinger equation is minus h hat square by 2m d square psi by dx square plus v psi is equal to e psi. The time independent Schrodinger equation is given by minus h hat square by 2m d square psi by dx square plus v psi is equal to e psi. ഇനി ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ d square psi by dx square minus 2m by h hat square into v psi അതുപോലെ തന്നെയുണ്ട്. ഇത് ഇപ്പുറത്തോട്ട് വരുമ്പോൾ മൈനസ് ഇ psi ആവും ഈസ് ഈക്വൽ ടു 0. ഇനി ഫോർ റീജിയൻ 1, ഇവിടെ റീജിയൻ 1ൽ നോക്കിക്കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ 0 ആണ്. ഫോർ റീജിയൻ 1 പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ടു 0. അങ്ങനെ വരുമ്പോഴത്തേനും d square psi by dx square plus 2m by h hat square e psi is equal to 0. ഇവിടെ നമ്മൾ 2m by h hat square e എന്ന് പറയുന്നതിന് ആൽഫ സ്ക്വയർ ആയിട്ട് എടുക്കും. d square psi by dx square plus alpha square psi is equal to 0. ഇതിനെ ഇക്വേഷൻ 1 ആയിട്ട് എടുക്കാം. അതായത് ഫോർ റീജിയൻ നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എടുത്ത് അതിനൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് റീജിയൻ 1ൽ പൊട്ടൻഷ്യൽ 0 ആയതുകൊണ്ട് അത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ d square psi by dx square plus alpha square psi is equal to 0 എന്ന് കിട്ടി. ഇനി റീജിയൻ 2ൽ V എന്ന് പറയുന്നത് V0. then E മൈനസ് V0 ആ മൈനസ് അകത്തോട്ട് കൊടുത്തിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. ഇവിടെ 2m by h hat square ഇൻറ്റു E മൈനസ് V0 എന്ന് പറയുന്നത് മൈനസ് ബീറ്റ സ്ക്വയർ. മൈനസ് ബീറ്റ സ്ക്വയർ psi is equal to 0. ഇതിന് നമ്മൾ ഇക്വേഷൻ 2 എന്ന് കൊടുക്കും. ഇനി ഫ്രം Bloch തിയറം psi എന്ന് പറയുന്നത്, ഇനി ബ്ലോഷ് തിയറം പ്രകാരം psi എന്ന് പറയുന്നത് u k of x
എന്ന് പറയുന്നത് ഇ റൈസ് ടു ഐ കെ എക്സ്. അതായത് ഇത്ര പറഞ്ഞാൽ മതി, സൈ എന്ന് പറയുന്നത് യു ഇ റൈസ് ടു ഐ കെ എക്സ്. ഇനി നമുക്കിവിടെ ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ് രണ്ട് ഇക്വേഷനിലും ഉള്ളത്. അതായത് വണ്ണിലും ടൂവിലും ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ് ഉള്ളത്. അപ്പം ഇത് സൈ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഡി സൈ ബൈ ഡി എക്സ്. അപ്പം ഇതിൻ്റെ ഇ റൈസ് ടു ഐ കെ എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഐ കെ ഇ റൈസ് ടു ഐ കെ എക്സ് യു കെ ഓഫ് എക്സ് പ്ലസ് ഇ റൈസ് ടു ഐ കെ എക്സ് ഡി യു കെ ബൈ ഡി എക്സ് minus k square e raised to I k x u k of x plus I k e raised to I k x d u k plus ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് ഐ കെ ഇ റൈസ് ടു ഐ കെ എക്സ് ഡി എക്സ് പ്ലസ് ഇ റൈസ് ടു ഐ കെ എക്സ്. അപ്പോൾ ഇനി കണ്ടുപിടിച്ച ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ നമുക്ക് വണ്ണിലും ടൂവിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. നൗ 1 becomes d square uk divided by dx square e raised to ikx plus 2ikx e raised to ikx duk by dx minus k square uk e raised to ikx. ഇനി ആൽഫ എടുത്തേക്കും പ്ലസ് ആൽഫ സ്ക്വയർ സൈ എന്നാണ്. സൈ എന്ന് പറയുന്നത് യു കെ ഇ റൈസ് ടു ഐ കെ എക്സ് ഈക്വൽ ടു 0. ഇതെന്ന് പറയുന്നത് ഡി സ്ക്വയർ യു കെ ഡിവൈഡഡ് ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 2ik ഇ റൈസ് ടു ടൈം നമ്മൾ എല്ലാത്തിലും ഉള്ളതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ also 2 becomes ഇവിടെ ആൽഫ സ്ക്വയർ അല്ല, ഇത് കെ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ വണ്ണിലും ടൂവിലും, അതായത് റീജിയൻ 1ൻ്റെ റീജിയൻ 2ൻ്റെ ഷ്രോഡിഞ്ചർ ഇക്വേഷനിൽ ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതാണ് ഈ രണ്ട് ഇക്വേഷൻസ്. ഇതിനെ രണ്ടിനെയും കൂടി നമുക്ക് ഇക്വേഷൻ 3 എന്ന് പറയാം. ഇത് രണ്ടും ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ദ സൊല്യൂഷൻ ഈസ് ഗിവൺ ബൈ ഈ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ രണ്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത് ψ1 എന്ന് പറയുന്നത് ψ1 ഓഫ് എക്സ് എന്ന് പറയുന്നത് എ ഇ റൈസ് ടു ഐ ആൽഫ എക്സും പ്ലസ് ബി ഇ റൈസ് ടു മൈനസ് ഐ ആൽഫ എക്സ്. ψ2 ഓഫ് എക്സ് എന്ന് പറയുന്നത് സി ഇ റൈസ് ടു ബീറ്റ എക്സ് പ്ലസ് ഡി ഇ റൈസ് ടു മൈനസ് ബീറ്റ എക്സ്. ഇത് രണ്ടുമാണ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ എ ബി സി ഡി എന്ന് പറയുന്നത് കോൺസ്റ്റൻസ് ആണ് വിച്ച് ആർ ഫൗണ്ട് യൂസിങ് ബൗണ്ടറി കണ്ടീഷൻ. ഇനി ദ ബൗണ്ടറി കണ്ടീഷൻസ് ആർ ഗിവൺ ബൈ
psi1 of x at x equal to 0 equal to psi2 of x at x equal to 0. പിന്നെ d psi1 by dx at x equal to 0 equal to d psi2 divided by dx at x equal to 0. Also psi1 of x at x equal to a equal to psi2 of x at x equal to minus b. d psi1 by dx at x equal to a is equal to ഇതാണ് ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഇതിന് ഇക്വേഷൻ 5 ആയിട്ട് എടുക്കാം. ഇനി ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്ത സിസ്റ്റം പീരിയോഡിക് ആയതുകൊണ്ട് സിൻസ് ദ സിസ്റ്റം ഈസ് പീരിയോഡിക് we have uk of x equal to uk of x plus a plus b. a plus b ആണ് ഇവിടെ പീരിയഡ്. then the wave function, then the periodic wave function is given by psi k of x plus a plus b is equal to psi k of x e raised to I k a plus b. ഇവിടെ here put x equal to minus b. x equal to minus b ഇട്ട് കഴിഞ്ഞാൽ psi of a ഇങ്ങനെ കിട്ടും. ഇനി psi a എന്ന് പറയുന്നത് നമുക്ക് റീജിയൻ 1 ആയിട്ട് എടുക്കാം. psi of minus b എന്ന് പറയുന്നത് റീജിയൻ 2. psi 1 at x equal to a equal to psi 2 at x equal to minus b e raised to I k of a plus b. ഇനി ഇവിടെ നമ്മൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ d psi 1 by dx x equal to minus b e raised to I k a plus b. ഇത് രണ്ടുമാണ് ഇവിടുത്തെ മോഡിഫൈഡ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത്. ദീസ് ടു ആർ ദ മോഡിഫൈഡ് These two are the modified boundary condition. ഇവിടെ e raised to I k a plus b എന്ന് പറയുന്നത് 1 ആണ്. Now the new boundary condition. ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ x equal to a യും x equal to minus b യും. ഇവിടെ നമുക്ക് ഓൾറെഡി 4 ബൗണ്ടറി കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. x equal to 0 രണ്ടെണ്ണവും x equal to a 2 ഇപ്പം ഈ x equal to a നമ്മൾ ഈ പീരിയോഡിസിറ്റി അപ്ലൈ ചെയ്തത്. അതായത് ഇപ്പം എയും ബി എന്ന് പറയുന്ന എയും മൈനസ് ബി എന്ന് പറയുന്ന രണ്ട് വാല്യൂ അത് വരുന്നതും എ പ്ലസ് ബി വീണ്ടും പീരിയോഡിക് ആയിട്ടാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഇക്വേഷൻസ് 0 ഒറിജിനൽ നമ്മൾ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ ബാക്കി എല്ലായിടത്തെയും പീരിയോഡിസിറ്റി ബാക്കി എല്ലായിടത്തെയും ബൗണ്ടറി കണ്ടീഷൻ ഒരു മാറ്റം കൊണ്ടുവരുവാണ് പീരിയോഡിസിറ്റി അപ്ലൈ ചെയ്തിട്ട്. അപ്പോൾ ആ ഇക്വേഷനാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. ഈ രണ്ടെണ്ണം എന്ന് പറയുന്നത് psi 1 at x equal to a d psi by dx at x equal to a. So the new boundary conditions are psi 1 at x equal to 0 equal to
psi2 at x equal to 0. d psi1 by dx at x equal to 0 is equal to d psi2 divided by x is equal to അപ്പം ഈ മോഡിഫൈഡ് ബൗണ്ടറി കണ്ടീഷനെ നമുക്ക് 6 എന്ന് വിളിക്കാം. നൗ നമ്മൾ നേരത്തെ എടുത്തു വെച്ച സൊല്യൂഷൻ, അതായത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ 4 നമ്മൾ ഈ പുതിയ മോഡിഫൈഡ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ, നൗ അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻ to psi1 and psi2, അതായത് 6 in 4, നമുക്ക് എന്ത് കിട്ടും? ആദ്യം psi1 psi2 ഈക്വൽ ആണ് അറ്റ് x ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ 0 കൊടുക്കണം, അത് രണ്ടും ഈക്വലുമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ a പ്ലസ് ബി എന്ന് പറയുന്നത് c പ്ലസ് ഡി ആവും. അടുത്തത് d psi ബൈ ഡി എക്സ് അറ്റ് x ഈക്വൽ ടു 0. അപ്പം ഐ ആൽഫയും വരും, ബീറ്റയും വരും. ഐ ആൽഫ എ മൈനസ് ഐ ആൽഫ ബി ഈസ് ഈക്വൽ ടു ബീറ്റ സി മൈനസ് ബീറ്റ ഡി. അടുത്തത് psi1 അറ്റ് എക്സ് ഈക്വൽ ടു എ. എ ഇ റൈസ് ടു ഇവിടെ നമ്മൾ മോഡിഫൈഡ് ബൗണ്ടറി കണ്ടീഷൻ എഴുതിയപ്പോൾ ഒരു കാര്യം വിട്ടുപോയെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഇ റൈസ് ടു ഐ കെ എ പ്ലസ് ബി ഉണ്ട്. ഇവിടെയും വരുന്നത് ഐ കെ എ പ്ലസ് ബി. പക്ഷേ ഡെറിവേറ്റീവ് എടുക്കുന്ന എക്സ് ആയതുകൊണ്ട് ഈ ടൈമിനെ ബാധിക്കത്തില്ല. ഇവിടെ ഉള്ള ടൈമാണ്. അപ്പോൾ അതായത് നമ്മൾ എടുത്തെഴുതിയപ്പോൾ പറ്റിയതാണ്. ഇ റൈസ് ടു ഐ കെ എ പ്ലസ് ബി മോഡിഫൈഡ് ബൗണ്ടറി കണ്ടീഷൻസിൽ വരും. നേരത്തെ ബൗണ്ടറി കണ്ടീഷനിൽ അതില്ലായിരുന്നു. അതാണ് മോഡിഫിക്കേഷനിൽ പീരിയോഡിസിറ്റി ആഡ് ചെയ്യുമ്പോൾ വരുന്ന വ്യത്യാസം. അപ്പോൾ അടുത്ത ടേം എന്ന് പറയുന്നത് എ ഇ റൈസ് ടു ഐ ആൽഫ എ പ്ലസ് ബി ഇ റൈസ് ടു ഐ ആൽഫ എ ഇസ് ഈക്വൽ ടു സി e raised to I k a plus b minus beta b plus d e raised to I k a plus b plus beta b. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്ത ഫോം എന്ന് പറയുന്നത് ഐ ആൽഫ എ ഇ റൈസ് ടു ഐ ആൽഫ എ പ്ലസ് ഐ ആൽഫ, ഇവിടെ മൈനസ് ഉണ്ട്, അപ്പോൾ മൈനസ് ഐ ആൽഫ ബി ഇ റൈസ് ടു മൈനസ് ഐ ആൽഫ എ ഇസ് ഈക്വൽ ടു ബീറ്റ സി ഇ റൈസ് ടു ഐ കെ എ പ്ലസ് ബി മൈനസ് ബീറ്റ ബി. ഇവിടെ മൈനസ് ബീറ്റ ബി വരുന്നത് നമ്മൾ എക്സിന് മൈനസ് ബി എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ്. അതിന് മുമ്പ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ബീറ്റ മാത്രമേ വരുള്ളൂ. അതുകൊണ്ടാണ് അവിടെ മൈനസ് വരാത്തത്. ഇവിടെ മൈനസ് വരും, മൈനസ് ബീറ്റ ഡി ഇ റൈസ് ടു ഐ എ പ്ലസ് ബി പ്ലസ് ബീറ്റ ബി
ഇത്രയാണ് നമ്മൾ സൊല്യൂഷൻസ് I1 I2 എന്ന് പറയുന്ന സൊല്യൂഷൻസിലോട്ട് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ വരുന്നതെന്ന് പറയുന്നത്. ഇനി ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ on rearranging the above equation, a plus b minus c minus d is equal to 0. I alpha a minus beta c plus beta d is equal to 0. A e raised to I alpha a ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിയുമ്പോൾ I ആൽഫ e റൈസ് ടു I മൈനസ് അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ സീറോയിനോട് ഇക്വേറ്റ് ചെയ്ത് എഴുതിയാലുള്ള അവസ്ഥ. അപ്പോൾ ഇനി ഇതിനെ ഒരു ഡിറ്റർമിനൻ്റ് ഫോമിൽ എഴുതി കഴിഞ്ഞാൽ ഇപ്പോൾ എ ബി സി എന്ന് പറയുന്ന 3 കോൺസ്റ്റൻസ് മേളിലുണ്ട്. ബാക്കി എഴുതി കഴിഞ്ഞാൽ 1 താഴത്ത് I ആൽഫ, അത് കഴിഞ്ഞ് e റൈസ് ടു I ആൽഫ എ, അത് കഴിഞ്ഞിട്ട് I ആൽഫ e റൈസ് ടു I ആൽഫ എ, അടുത്തത് മൈനസ് I ആൽഫ minus I alpha a minus raised to minus I alpha a minus 1 minus beta അടുത്ത ഡിയുടെ എഴുതി കഴിഞ്ഞാൽ -1 ബീറ്റ മൈനസ് e റൈസ് ടു I. ഇതാണ് നമ്മൾ ഡിറ്റർമിനൻ്റ് ഫോമിൽ എഴുതി കഴിഞ്ഞാലുള്ള അവസ്ഥ. ഇനി ദ സൊല്യൂഷൻ ഓഫ് ദിസ് ഇക്വേഷൻ
the solution is given by, or on solving we get cos k a plus b is equal to beta square minus alpha square divided by 2 alpha beta, beta square minus alpha square divided by 2 alpha beta sin alpha a sin h beta b plus cos alpha a cos h beta b. ഇതാണ് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി height of the potential, assuming the height of the potential barrier, assuming the height of the potential barrier E to be infinity and width b to be 0, we have, ഇപ്പോൾ ഈ ഹൈറ്റ് ഇൻഫിനിറ്റി ആണെന്ന് പറയുമ്പോഴത്തേന് ഇത് ഇങ്ങനെ മേലോട്ട് ഒരുപാട് പോകും, വിഡ്ത്ത് തീരെ കുറവായിരിക്കും. അതാണ് ബി എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 0 ആയിരിക്കും. ആ വിഡ്ത്ത് തീരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഹൈറ്റ് ഇൻഫിനിറ്റി ആയിട്ട് വരും. ആ ഒരു കേസിൽ സൈൻ എച്ച് ബീറ്റ ബി എന്ന് പറയുന്നത് ബീറ്റ ബിക്ക് ഈക്വൽ ആയിരിക്കും. പക്ഷേ കോസ് എച്ച് ബീറ്റ ബി എന്ന് പറയുന്നത് 1ന് ഏകദേശം ഈക്വൽ ആയിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും കോസ് കെ, ഇവിടെ ബി 0 എന്ന് പറഞ്ഞു, ബി ടെൻസ് ടു 0. അപ്പോൾ കോസ് എ എന്ന് പറയുന്നത് ബീറ്റ സ്ക്വയർ മൈനസ് ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആൽഫ ബീറ്റ സൈൻ ആൽഫ എ ഇൻറ്റു ബീറ്റ ബി പ്ലസ് കോസ് ആൽഫ എ, ഇത്രയും വരും. ഇവിടെ ബീറ്റ സ്ക്വയർ മൈനസ് ആൽഫ സ്ക്വയർ എന്ന് പറയുന്നത് 8 പൈ സ്ക്വയർ എം ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് വി 0 മൈനസ് 8 പൈ സ്ക്വയർ എം ഇ ബൈ എച്ച് സ്ക്വയർ. ഇനി ഇവിടെ when v0 is greater than e, നമുക്ക് ബീറ്റ സ്ക്വയർ മൈനസ് ആൽഫ സ്ക്വയർ എന്ന് പറയുന്നത് 8 പൈ സ്ക്വയർ എം v0 ബൈ എച്ച് സ്ക്വയർ. cos ka. അപ്പോൾ ഈ വാല്യൂ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പിന്നെ ഇൻറ്റു 1/2 ആൽഫ ബീറ്റ ഇൻറ്റു ബീറ്റ ബി സൈൻ ആൽഫ എ പ്ലസ് കോസ് ആൽഫ എ ഇൻറ്റു ഇത് ഇനി കട്ട് ചെയ്ത് കഴിയുമ്പോൾ 2ഉം 8ഉം കൂടി കട്ടാവും, ബീറ്റയും കട്ടാവും. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് ഒരു എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പൈ സ്ക്വയർ എം വി 0 എ ബി ഡിവൈഡഡ് ബൈ ആൽഫ എച്ച് സ്ക്വയർ സൈൻ ആൽഫ എ ബൈ എ പ്ലസ് കോസ് ആൽഫ എ. അതായത് ഈ ടേമിൽ മാത്രം മൾട്ടിപ്ലൈയും ഡിവൈഡ് ചെയ്യണം എ വെച്ച്. അപ്പം ഇവിടെ പി എന്ന് പറയുന്നത്, പീരിയോഡിസിറ്റി പി എന്ന് പറയുന്നത് 4 പൈ സ്ക്വയർ എം വി 0 എ ബി ബൈ എച്ച് സ്ക്വയർ ആണ്. അതാണ് പീരിയഡ് എന്ന് പറയുന്നത്, പീരിയോഡിസിറ്റി പി. കോസ് കെ എ എന്ന് പറയുന്നത് പി സൈൻ
ആൽഫ എ ഡിവൈഡഡ് ബൈ ആൽഫ എ പ്ലസ് കോസ് ആൽഫ എ. ഇതാണ് നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ആ വേവ് ഫംഗ്ഷൻ്റെ ഫോം. അപ്പം ഇത് വെച്ച് നമ്മളൊരു ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ഇത് സൈൻ ഫോമിൽ തന്നെ വരും. വേവ് ഫോമിലാണ് ഇതിൻ്റെ ഗ്രാഫ് വരുന്നത്. പക്ഷേ സൈൻ്റെയും കോസിൻ്റെയും ഒരു മിക്സായിട്ട് വരുന്നത് കൊണ്ട് ഡിറ്റീരിയറേറ്റിംഗ് ആയിട്ട്, അതായത് ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഗ്രാഫ് വരുന്നത്. ഇത് പി സൈൻ ആൽഫ എ ഡിവൈഡ് ബൈ ആൽഫ എ പ്ലസ് കോസ് ആൽഫ എ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ക്രോണിംഗ്-പെന്നി മോഡലിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇറ്റ് ഈസ് എ സിംപ്ലിഫൈഡ് മോഡൽ ഫോർ ആൻ ഇലക്ട്രോൺ ഇൻ എ വൺ ഡയമെൻഷണൽ പീരിയോഡിക് പൊട്ടൻഷ്യൽ. ഇവിടെ നമ്മൾ ഒരു പോസിറ്റീവ് അയോൺസിൻ്റെ ഒരു ലാറ്റിസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് അയോൺസിനിടയിലുള്ള പൊട്ടൻഷ്യൽ സെൻറ്ററിലാണ് ഗ്രേറ്റർ, എഡ്ജസിലോട്ട് വരുമ്പോൾ അത് ഡിക്രീസ് ചെയ്യും. ഇനി എ പൊട്ടൻഷ്യൽ എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ അയോൺസ്, ഇറ്റ് ഈസ് ഹൈ അറ്റ് സെൻറ്റർ ആൻഡ് ഡിക്രീസസ് ടുവേർഡ്സ് എഡ്ജസ്. അപ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ വേവ് ഫോം ആയിട്ട് കാണിക്കാനായിട്ട് പറ്റും. പക്ഷേ അത് അതിൻ്റെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ, അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ക്രോണിംഗ്-പെന്നി ഇതിനെ മോഡിഫൈ ചെയ്ത് ഒരു റെക്ടാങ്കുലർ പൊട്ടൻഷ്യലിൻ്റെ ഫോമിലോട്ട് മാറ്റി. അവിടെ നമുക്ക് സെൻറ്ററിൽ 0 ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ പൊട്ടൻഷ്യലിൽ പറയുമ്പോൾ ഒരു സൈഡിൽ പൊട്ടൻഷ്യൽ ഒരു സൈഡിൽ ഡിസ്റ്റൻസും വെച്ച് സെൻറ്റർ 0 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ -bയും എയും പിന്നെ a+b പീരിയോഡിൽ പോകും. അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ വെല്ലിൻ്റെയും പൊട്ടൻഷ്യൽ ബാരിയറും ഉള്ളൊരു പൊട്ടൻഷ്യൽ കൺസിഡർ ചെയ്തു. പിന്നെ അതിൻ്റെ പൊട്ടൻഷ്യൽ പറഞ്ഞു, ഷ്രോഡിഞ്ചർ ഇക്വേഷൻ വെച്ച് 2 ഇക്വേഷൻ ഫോം ചെയ്തു, അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു, ബൗണ്ടറി കണ്ടീഷൻ പറഞ്ഞു, പീരീഡ് വെച്ച് ബൗണ്ടറി കണ്ടീഷൻ മോഡിഫൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് സൊല്യൂഷനിലോട്ട് മോഡിഫൈഡ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ട് ഡിറ്റർമിനൻ്റ് എടുക്കും.